പക്ഷേ ഈ RSSന് ഇത് ഉപയോഗിക്കാനായിട്ട് എല്ലാ സംഗതികളും ഒരുക്കി കൊടുത്തത് CPM-കാരാണ് എന്ന ഒരു ആക്ഷേപമാണ് ഈ തലശ്ശേരി കലാപത്തിൽ നിലനിൽക്കുന്നത്. അത്തരമൊരു സാഹചര്യമാണ് ഈ AK ബാലൻ്റെയും വെള്ളാപ്പള്ളി നടേശൻ്റെയും സജി ചെറിയാൻ്റെയും ഒക്കെ ഈ പ്രസ്താവനകൾ കേരളത്തെ അതിലേക്കാണ് നയിക്കുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർ മുഖ്യ അജണ്ടയാക്കാൻ പോകുന്നത് തന്നെയാണ്. AK ബാലനും പറഞ്ഞത് എന്താണ്? UDF അധികാരത്തിൽ വന്ന ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൻ്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യും. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നേരത്തെ CPM പുലർത്തിയിരുന്ന ആ ഒരു മതങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും അതീതമായി ഉണ്ടായിരുന്ന ആ ഒരു വിശ്വാസ്യത ജനങ്ങളുടെ ഇടയിൽ നഷ്ടമായി എന്നുള്ളതാണ്. നമ്മൾ ഈ അടുത്തിടയ്ക്ക് കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു തലശ്ശേരി കലാപത്തെ സംബന്ധിച്ച് മുസ്ലിം ലീഗിൻ്റെ തന്നെ ഒരു പ്രധാന നേതാവിൻ്റെ ഒരു കുറേയധികം വാചകങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിന്തിക്കേണ്ടിയിരുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ചരിത്രത്തിൻ്റെ പഴയ ഏടുകളിലേക്ക് വീണ്ടും, അല്ലെങ്കിൽ തലശ്ശേരി കലാപത്തെ നിലവിൽ ഇപ്പോൾ ഓർമ്മിക്കേണ്ട സാഹചര്യം എന്തായിരുന്നു? അതിലേക്ക് പിണറായി വിജയൻ്റെ പേരെടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം മലബാറിൽ നിലനിൽക്കുന്നുണ്ടോ? അതിപ്പോൾ പറയാനുള്ളൊരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ AK ബാലൻ്റെ പ്രസ്താവന വന്നു, വെള്ളാപ്പള്ളി നടേശൻ്റെ മലപ്പുറം പ്രസംഗം വന്നു, പിന്നെ വെള്ളാപ്പള്ളി നടേശനും G സുകുമാരൻ നായരും എല്ലാം കൂടെ സംയുക്തമായിട്ട് ഒരു മുസ്ലിം ഭീഷണി കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സജി ചെറിയാൻ്റെ സ്പീച്ച് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിനൊക്കെ മുമ്പാണ് ഈ അതിലെ പറഞ്ഞ ആ ഒരു പ്രസ്താവനയൊക്കെ വന്നതെങ്കിൽ പോലും ഈ സാഹചര്യം ഇപ്പോൾ ഇതാണ്. ഉദാഹരണത്തിന് മുസ്ലിം ലീഗ് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം ഭരിക്കാൻ പോവുക. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മന്ത്രി പോലും അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി പോലും മത്സരരംഗത്തുണ്ടാവുമെന്ന് സംശയമാണ്, അല്ലേ? പകരം മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരായിരിക്കും മത്സരരംഗത്ത്, UDFൻ്റെ മത്സരരംഗത്ത് ഉണ്ടാവുക. അപ്പം മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ പോലും ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. ജമാഅത്തെ ഇസ്ലാമി എന്ന് വെച്ചാൽ മതരാഷ്ട്രവാദത്തെ ശക്തമായി മുറുകെ പിടിക്കുന്നവരാണ്. തീവ്ര രാഷ്ട്രീയ മുസ്ലിം രാഷ്ട്രീയ നിലപാടെടുക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പ്രകടമാണ്. ഇപ്പം ബംഗ്ലാദേശിലൊക്കെ അതിൻ്റെ ദുരന്തങ്ങൾ കാണുകയും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ പറഞ്ഞുകൊണ്ട് ഈ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ മുസ്ലിം തീവ്രവാദ സ്വഭാവമുള്ള മതരാഷ്ട്രവാദ സ്വഭാവത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കും കേരളം നിയന്ത്രിക്കാൻ പോകുന്നതെന്നൊരു നറേറ്റീവ് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഒരു സംഗതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് മുസ്ലിം ലീഗിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പുറത്ത് ചാരിക്കൊണ്ടാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നതെങ്കിലും അൾട്ടിമേറ്റ്ലി അവസാനം ഇത് എതിലേക്കാണ് പോകുന്നത്? രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മുസ്ലിം ലീഗിൻ്റെ പേരിലല്ല പോകുന്നത്, മറിച്ച് ഈ മുസ്ലിം വിരോധത്തിലേക്ക് പോകും. ഇസ്ലാമിക വിരോധം ഉണ്ടാക്കുക, അതായത് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ, മുസ്ലിങ്ങളെ ഒരു സമൂഹത്തിൽ ലക്ഷ്യം വയ്ക്കുന്ന സംസാരിക്കുന്നത് പോലെ ഈ സംഗതി പോവുകയും മുസ്ലിം വികാരം ആളിക്കത്തുകയും മുസ്ലിങ്ങളെ ഭീതിയോടെ നോക്കുന്ന ഒരവസ്ഥ സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഏതാണ്ട് സമാനം. അതുകൊണ്ടാണ് 1971 തലശ്ശേരി കലാപം ഉണ്ടാവുന്നത്. തലശ്ശേരി കലാപം ഉണ്ടാവാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് മറ്റേ EMS മന്ത്രിസഭയിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്മാറുകയും അതിനുശേഷം മുസ്ലിം ലീഗും CPM-ഉം തമ്മിലുള്ള സ്വാഭാവികമായിട്ടും പിന്മാറുകയും മന്ത്രിസഭ വീഴുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ രാഷ്ട്രീയ വൈരാഗ്യമുണ്ടാകുമല്ലോ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ആണ് ഈ തലശ്ശേരി കലാപം ഉടലെടുക്കുകയും അത് വികസിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു ഹിന്ദു മുസ്ലിം സംഘർഷം ഒരു കലാപത്തിൻ്റെ രൂപത്തിലേക്ക് ഇത് രൂപപ്പെടുകയും ചെയ്തു. ഇതിനെ RSS നന്നായിട്ട് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ RSSന് ഇത് ഉപയോഗിക്കാനായിട്ട് എല്ലാ സംഗതികളും ഒരുക്കി കൊടുത്തത് CPM-കാരാണ് എന്ന ഒരു ആക്ഷേപമാണ് ഈ തലശ്ശേരി കലാപത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് തലശ്ശേരി കലാപത്തിന് ശേഷം EMS നടത്തിയൊരു പ്രസ്താവനയുണ്ട്. തലശ്ശേരി കലാപത്തിൽ ഞങ്ങളുടെ ആൾക്കാരും പങ്കെടുത്തിട്ടുണ്ടാകാം, അതായത് CPM-കാരും പങ്കെടുത്തിട്ടുണ്ടാകാം എന്ന് EMSന് അത് സമ്മതിക്കേണ്ടി വന്നു. അതായത് അവിടെ നടന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും CPM-ഉം അല്ലെങ്കിൽ മറ്റേ ഹിന്ദുക്കളും തമ്മിലുള്ള സംഘടനമാണെങ്കിലും അതിനകത്ത് CPM-ൻ്റെ ആൾക്കാരും പങ്കെടുത്തിട്ടുണ്ടാകാമെന്ന് വെച്ചാൽ CPM-ലെ ഹിന്ദുക്കളും പങ്കെടുത്തിട്ടുണ്ടാകാമെന്നുള്ളതാണ്. അപ്പോൾ അതൊരു വർഗീയ കലാപം, രാഷ്ട്രീയ കലാപം വർഗീയ കലാപമായി മാറിയ ഒരു ചിത്രത്തിലേക്കാണ് EMSൻ്റെ ആ ഒരു പ്രസ്താവന വരച്ചുകൊണ്ടും
തലശ്ശേരി കലാപം ഒരു രാഷ്ട്രീയ പോരിൽ തുടങ്ങി ഒരു വർഗീയ കലാപമായിട്ട് മാറുകയും ചെയ്തു. അത്തരമൊരു സാഹചര്യമാണ് ഈ AK ബാലൻ്റെയും വെള്ളാപ്പള്ളി നടേശൻ്റെയും സജി ചെറിയാൻ്റെയും ഒക്കെ ഈ പ്രസ്താവനകൾ കേരളത്തെ അതിലേക്കാണ് നയിക്കുന്നത് എന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരളത്തിലിപ്പം ബി ജെ പി പോലും ഉന്നയിക്കാത്ത ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞു മലപ്പുറത്ത് ജയിച്ചവരുടെയും അതേപോലെ തന്നെ കാസർഗോഡ് ജയിച്ചവരുടെയും പേര് നോക്കിയാൽ അറിയാം വർഗീയതയുടെ അടിസ്ഥാനത്തിലുള്ള വോട്ടാണ് അല്ലേ. ഭൂരിപക്ഷ സമുദായം ഉള്ളിടത്ത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ അംഗങ്ങൾ ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് മുസ്ലിങ്ങളെല്ലാവരും അവിടെ മത്സരിച്ച് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ അത് പച്ചയായിട്ടുള്ള ഒരു വർഗീയതയും അല്ലെങ്കിൽ ആ മതത്തെ ഈ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിടുകയും ഇങ്ങനെയുള്ള ഇത് രാഷ്ട്രീയമായിട്ടുള്ളൊരു സംഗതിയിലാണ് ഇത് പറയുന്നതെങ്കിലും ഇത് പരിണമിക്കുന്നത് ഈ രണ്ട് മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയിലേക്ക് പോവുകയും അത് ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു സമാനമായ ഒരവസ്ഥയാണ് ഈ തലശ്ശേരി കലാപത്തിൻ്റെ ഒരു സമാനമായ അവസ്ഥയിലേക്കാണ് CPM നിലവിലെ സാഹചര്യങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തലശ്ശേരി കലാപത്തെ വീണ്ടും ഇവിടെ പലരും ഉന്നയിക്കാൻ കാരണം ഉണ്ടാവും. അല്ല, ഈ ഒരു പ്രസ്താവന അനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ തദ്ദേശത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ നോക്കി ഈ പറയുന്ന ഭൂരിപക്ഷം അല്ലെങ്കിൽ ജാതി നോക്കി അല്ലെങ്കിൽ മതം നോക്കി അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടായിരുന്നത് BJP ആണ്. അത് രാജീവ് ചന്ദ്രശേഖരൻ തുറന്നു പറയുന്നുണ്ട്, ക്രൈസ്തവ വോട്ടുകൾ കൂടുതൽ കിട്ടുന്ന സ്ഥലത്ത് ഞങ്ങൾ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെയും ഇസ്ലാമിക വോട്ട് കിട്ടുന്നിടത്ത് ഇസ്ലാം സ്ഥാനാർത്ഥികളാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളതെന്ന്. പക്ഷേ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ CPM അതേ പ്രസ്താവന എന്ന് വെച്ചാൽ ഇവരതിനെ വർഗീയമാക്കാതെ ഞങ്ങൾ അതാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പക്ഷത്തിലുള്ള ആൾക്കാർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികളെ അതേ പക്ഷത്ത് നിന്ന് തന്നെ ഞങ്ങൾ നിർത്തുന്നു. പക്ഷെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ വർഗീയത പച്ചയ്ക്ക് തുപ്പല്ലേ ഇവരൊക്കെ ചെയ്യുന്നത് CPM-ന്റെ. സംശയം എന്താ കാര്യത്തിൽ? കാരണം വളരെ പറഞ്ഞു BJP പോലും കേരളത്തിൽ പറയാൻ ഇതുവരെ ധൈര്യം കാണിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള മതത്തെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള പ്രസ്താവനകളാണ് ഇപ്പം CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതിനകത്ത് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഈ തലശ്ശേരി കലാപത്തെ ആൾക്കാർ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പം രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടുകയാണെങ്കിൽ അവസാനം ഇത് ഒരു എന്താ പറയുക ഏറ്റവും ഒടുവിൽ ഇത് സംഭവിക്കുക ഇവിടെ ഒരു സംഘർഷണമോ സംഘടനയോ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ RSSും CPM-കാരും മാറിയിട്ട് അവരൊന്നിക്കുകയും അവർ ഹിന്ദുക്കളായി ഒന്നിക്കുകയും മുസ്ലിങ്ങൾ എന്നത് വേറൊരു എതിർവിഭാഗമായി അല്ലെങ്കിൽ മറ്റൊരു വിഭാഗമായി ഒന്നിക്കുകയും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്യുന്ന ഒരു സംഭവം വരും. അവിടെ ഒരു ഹിന്ദു മുസ്ലിം സംഘടനത്തിലേക്ക് സംഗതികളെ കൊണ്ടുപോകുമെന്നുള്ളതിൻ്റെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തലശ്ശേരി കലാപത്തെ എല്ലാവരുടെ അടുത്ത് ഉന്നയിക്കാൻ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ പച്ച ഇത് തന്നെയാണ് ഇത് ഇവരെല്ലാം സംസാരിക്കുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർ മുഖ്യ അജണ്ടയാക്കാൻ പോകുന്നത് തന്നെയാണ്. ഇപ്പോൾ പിണറായി വിജയൻ ഹിന്ദുവിന് കൊടുത്ത അഭിമുഖമല്ലേ ഡൽഹിയിൽ പോയിട്ട് അല്ലേ, ഒരു കൈസൻ എന്ന് പറഞ്ഞ PRINCയുടെ നിർദ്ദേശപ്രകാരം കൊടുത്ത ഒരു അഭിമുഖത്തിൽ അന്ന് തുടങ്ങിയിട്ടുള്ള അന്നാണ് ആ ഒരു ഇൻ്റർവ്യൂയിലൂടെയാണ് ഈ അജണ്ട കേരളത്തിലേക്ക് എന്താ പറയുക വിതയ്ക്കുന്നത്. ആ വിതച്ച ആ അജണ്ടയുടെ ഒരു 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 എന്താ പറയുക അതിൻ്റെ കളവറിക്കലും വളംചെറുക്കലും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ തന്നെയാണ് ഇതിന് തുടക്കമിട്ടത്, സംശയമില്ലാത്ത കാര്യമല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹിന്ദുവിലെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു, സ്വർണ്ണക്കൊള്ള നടത്തുന്നു ഒരു വിഭാഗം. ഇത് വർഷങ്ങളായിട്ട് BJP ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ ഉള്ള മുസ്ലിം ഭൂരിപക്ഷം ആൾക്കാർ അവിടെ ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു, അതോടൊപ്പം തന്നെ സ്വർണ്ണക്കൊള്ളയും മറ്റും നടത്തുകയും ചെയ്യുന്നു എന്ന പ്രസ്താവനയാണ് ഹിന്ദു പത്രത്തിൽ ഈ കൈസൺ പബ്ലിക് റിലേഷൻ ഏജൻസി ഏർപ്പാടാക്കി കൊടുത്തതാണ് ആ ഇൻ്റർവ്യൂവിന്. അതിനകത്ത് വേറെ ഒരു പത്രത്തിലോ വന്നിട്ടുമില്ലായിരുന്നു. അതാണ് പിന്നീട് കോൺട്രവേഴ്സിയായി മാറിയത്. അത് മുഖ്യമന്ത്രി ആ പ്രസംഗം നിഷേധിച്ചിട്ടില്ല, പക്ഷെ പറഞ്ഞത് ഈ ഏജൻസിക്കാർ പറഞ്ഞതുകൊണ്ടാണ് ഇത് ഞങ്ങൾ ചേർത്തതെന്നാണ് പിന്നീട് ഹിന്ദുവിനെ ഇത് വന്ന സാധനം. അതും നിഷേധിക്കാൻ പോയിട്ടില്ല. പക്ഷെ അതൊക്കെ ബോധപൂർവം തന്നെയാണ് നിഷേധിക്കാൻ പോകാതിരുന്നത്. അത് ആ പ്രസ്താവന നടത്തി ഏതാണ്ട് ദിവസങ്ങളോ ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് പോയി പറഞ്ഞത് മലപ്പുറം പ്രത്യേക രാജ്യമാണ്, ഇവിടെ ഞങ്ങൾക്കൊന്നും ശബ്ദിക്കാൻ നിവർത്തിയില്ല, ഞങ്ങൾക്കൊരു മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഇത് പ്രത്യേക ഒരു രാഷ്ട്രമാണ് അല്ലെങ്കിൽ പ്രത്യേക ഒരു പ്രദേശമാണെന്ന് പറഞ്ഞത്.
അതിനൊരാഴ്ച കഴിഞ്ഞതിന് ശേഷം വെള്ളാപ്പള്ളി നടേശനെ നമ്മൾ കാണുന്നത് പിണറായി വിജയൻ പൊന്നാട അണിയിക്കുന്നതാണ്, അല്ലേ? അതായത് SNDP യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് നയിച്ചതിൻ്റെ 30ാം വാർഷികത്തിൻ്റെ ആഘോഷം. അതിനുശേഷം പിന്നെ ഇങ്ങനെ തുടർന്നു വന്നാൽ ഏറ്റവും വലിയ ആ ഒരു ചങ്ങലയിൽ ഏറ്റവും വലിയ പിന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് തലേ ദിവസം വീണ്ടും ഒരു വർഗീയ പ്രസ്താവന ആര് നടത്തി? ഗോവിന്ദൻ മാഷ് നടത്തി. വെള്ളാപ്പള്ളി ഇടയ്ക്ക് നേരത്തെ നടത്തിയതിൻ്റെ തുടർച്ച ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം MV ഗോവിന്ദൻ മാസ്റ്റർ നിലമ്പൂരിൽ പറഞ്ഞു, എന്താണ്, 75-ൽ ഞങ്ങൾ RSSുമായിട്ട് കൈകോർത്തിട്ടുണ്ട്, അല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അത് നിലമ്പൂർ പോലുള്ള മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിലാണ് അടുത്ത ദിവസം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് അവിടെ ആരെ ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ നടക്കുന്നത്, അല്ലേ? CPM-ഉം RSSും തമ്മിൽ ഞങ്ങൾ 75-ലെ സത്യമായ കാര്യമാണ്, ഞങ്ങൾ തുറന്നു പറയുന്നതിന് മടിയില്ല എന്ന് പറയും. അതേപോലെ ജമാഅത്തെ ഇസ്ലാമി UDF-ൻ്റെ പോയിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന പാർട്ടിയാണ്, അവരെയും കൂട്ടിക്കൊണ്ടാണ് UDF മത്സരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറയുമ്പോൾ അവിടെയും അതിനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെയും ആ ഹിന്ദു മുസ്ലിം സ്പർദ്ധയിലേക്ക് കൊണ്ടുപോകുന്ന സംഗതി കണ്ടില്ലേ? ഏറ്റവും ഒടുവിൽ AK ബാലൻ പറഞ്ഞിരിക്കുന്നു. AK ബാലനും പറഞ്ഞത് എന്താണ്? UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൻ്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യും. അത് പിറ്റേ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരിച്ചു, അല്ലേ? ഏറ്റവും ഒടുവിൽ സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നു, മലപ്പുറത്ത് ജയിച്ചവരുടെയും കാസർഗോഡ് ജയിച്ചവരുടെയും ജാതി നോക്കുക, അല്ല പേര് നോക്കുക, ജാതി അറിയുക എന്നുള്ളത്, അല്ലെ മതം അറിയുക എന്നുള്ളത്. അപ്പോൾ ഇതൊരു ചങ്ങലയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ പറയുന്ന സമയത്ത് മലബാർ എന്ന് പറയുന്നത് ഒരിക്കലും മലപ്പുറം മാത്രമല്ലല്ലോ. കോഴിക്കോടുണ്ട്, അതേപോലെ കണ്ണൂരുണ്ട്, തലശ്ശേരി, അങ്ങനെ ഒരുപാട് ഈ പറയുന്ന രീതിയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ ഒരിക്കലും CPM-നെ കൈവിട്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ്. ഇപ്പം ഈ അടുത്ത തദ്ദേശം നോക്കുകയാണെങ്കിലും ബാക്കി എല്ലാ സ്ഥലത്തും ഈ വീണുടയുന്ന സാഹചര്യം ഉണ്ടായാലും CPM-നെ താങ്ങി നിർത്തിയ ഒരു സ്ഥലമാണ് കോഴിക്കോട് കോർപ്പറേഷൻ. കഷ്ടിച്ച് എന്നാലും കൈവിട്ടില്ലല്ലോ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ദയനീയമായ പരാജയം സംഭവിച്ച സമയത്തും തലസ്ഥാനം വരെ കൈവിട്ടു പോയില്ലേ? അവിടെ RSS വരെ കയറിയ സാഹചര്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഏകദേശം CPM-ന്റെ കൂടെ തന്നെ നിന്നു നമുക്ക് പറയാം. പക്ഷെ അവിടെയും ഈ മുസ്ലിം ഭൂരിപക്ഷം തന്നെയല്ലേ ഉള്ളത്. അപ്പോൾ ഇത്രയധികം വർഗീയ പരാമർശം നടക്കുന്ന ഒരു സമയത്തും ഈ ആൾക്കാരെ കൂടെ ചേർത്ത് നിർത്തുന്ന CPM-നെ എന്തുകൊണ്ടായിരിക്കും കോഴിക്കോട് കൈവിടാത്തത്? അവിടെ കോഴിക്കോടും കൈവിടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് കൈവിട്ടു. കഷ്ടിച്ചാണ് അവിടെ ഇപ്പോൾ CPM അധികാരത്തിലിരിക്കുന്നത്. അവിടെ BJP വളരെയധികം നേട്ടം ഉണ്ടാക്കിയൊരു സ്ഥലമാണ്. കോഴിക്കോട് നഗരത്തിൽ BJP-യുടെ എൻ്റെ അംഗസംഖ്യ എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു 2 അക്കത്തിൽ മേലുണ്ടെന്ന് എനിക്ക് തോന്നുന്ന സാധനം. എനിക്കറിയില്ല, ശരിക്കും അത് ഓർമ്മ വരുന്നില്ല. പക്ഷേ എങ്കിലും BJP വളരെയധികം നേട്ടം കോഴിക്കോട് കോർപ്പറേഷൻ ഉണ്ടാക്കി. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നേരത്തെ CPM പുലർത്തിയിരുന്ന ആ ഒരു മതങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും അതീതമായി ഉണ്ടായിരുന്ന ആ ഒരു വിശ്വാസ്യത ജനങ്ങളുടെ ഇടയിൽ നഷ്ടമായി എന്നുള്ളതാണ് സാധനം. അപ്പോൾ അവരും വർഗീയത കളിക്കുകയാണ് എന്നുള്ളത് പരസ്യമായിട്ട് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുമ്പിൽ ഈ പറഞ്ഞതുപോലെ ഒരു അവ്യക്തവും വ്യക്തവുമായിട്ടുള്ള 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായ ഓപ്ഷനിലേ എടുക്കത്തുള്ളൂ, അല്ലേ? അപ്പം ഹിന്ദുത്വത്തെ ഒരു വളരെ തൊട്ട് തലോടിയൊക്കെ പോകുന്നതിനെക്കാട്ടി നല്ലത് ഹിന്ദുത്വത്തെ വളരെ ആശ്ലേഷിക്കുന്ന മറ്റൊരു പാർട്ടി BJP-യുടെ കാണുന്നു, BJP-യിലേക്ക് ആൾക്കാർ പോകുന്നു. അതുകൊണ്ടാണ് കോഴിക്കോട് പോലുള്ള പ്രദേശത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJP-ക്ക് അത്തരത്തിലൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയും. സത്യത്തിൽ അവിടെ BJP ശരിക്കും CPM-യുടെ അധികാരത്തിൽ ഇരിക്കുന്നുവെങ്കിലും വളരെ ദയനീയമായ അവസ്ഥയിലാണ് അവിടെ അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ CPM മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഇതിപ്പോൾ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെ കൊണ്ട് ഇത് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിയമസഭയിലായിരിക്കും കോഴിക്കോടിനെ പൂർണ്ണമായും കൈവിടാൻ പോകുന്നത്. അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല സാധനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് എങ്ങനെയാണത് പ്രതിഫലിക്കാൻ പോവുക എന്നുള്ളത് നമുക്കിനിയും അത്, കാരണം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മുഴുവൻ പാറ്റേൺ വെച്ചുകൊണ്ട് ഒരു പൊതുവികാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജനവികാരം പൊതുവെ സർക്കാരിനെതിരാണ് എന്നുള്ളതിൻ്റെ തെളിഞ്ഞ പ്രഖ്യാപനമായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അത് പക്ഷേ ആ അമർത്തിവെച്ച ദേഷ്യം പ്രകടിപ്പിക്കൽ കൂടിയായിരുന്നു, അല്ലേ? ആ കടുത്ത ദേഷ്യം പ്രകടിപ്പിക്കൽ കൂടിയായിരുന്നു. ആ കടുത്ത ദേഷ്യം ഇല്ലാണ്ടായിപ്പോയി ആ ഒരൊറ്റ പ്രകടനത്തിലൂടെ, അല്ലേ? അപ്പോൾ ഇനി അത് ഒന്ന് മയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി മാറി വരുന്ന സാഹചര്യങ്ങളിൽ എത്രമാത്രം പിന്നെ ജനങ്ങളെ സ്വാധീനിക്കാൻ ഓരോ കാര്യങ്ങൾക്ക് കഴിയും. പിന്നെ സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വം വരുന്ന പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പിലും വരും. പക്ഷേ എങ്കിലും പൊതുവേ ജനവികാരം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ LDF-ന് അത്ര
അനുകൂലമല്ല എന്നുള്ളത് അവർക്കും അറിയാം, ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്കും അറിയാം. ഓക്കെ. അപ്പോൾ അത് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പം LDF നടക്കുന്നത്. ഈ പുതിയ സാഹചര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു ത്രികോണ മത്സരത്തിലേക്കൊക്കെ കേരളം പോകുന്ന സമയത്ത് അത് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ചില ധാരണകളും അണ്ടർസ്റ്റാൻഡിങ്ങും അടിയൊഴുക്കുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്നിട്ടായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ സ്വാധീനിക്കുക എന്ന് തോന്നുന്നു.